താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 5 പേർ കസ്റ്റഡിയിലുള്ള വിദ്യാർത്ഥികളുമായി സംഭവസ്ഥലത്ത് പോലീസ് തെളിവെടുപ്പ് നടത്തി. സംഘർഷം നടക്കുന്ന ദിവസം സ്ഥാപനത്തിന് അവധിയായിരുന്നെന്നും തങ്ങൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ലെന്നും ട്യൂഷൻ സെന്റർ അധികൃതർ പറഞ്ഞു. നമ്മുടെ സ്ഥാപനത്തിൽ ഫെയർവെൽ പാർട്ടിക്കിടെ ഒരു 2 വിഭാഗം സ്കൂളുകൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ചെറിയൊരു സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ക്രമം നമ്മൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെയാണ് ഇവിടെ ഈ രീതിയിൽ 2 വിഭാഗം 2 സ്കൂളുകൾ ഉള്ള കുട്ടികൾ സംഘടിക്കുകയും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ആ ദിവസം നമ്മളെ സംബന്ധിച്ച് സ്ഥാപനത്തിന് അവധിയായിരുന്നു. നമ്മളാരും തന്നെ ഇവിടെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ കോയമ്പത്തൂരായിരുന്നു. അതുപോലെ തന്നെ പല ഭാഗങ്ങളിലായിരുന്നു. കാരണം ആ ദിവസം അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഇവിടുന്ന് നാട്ടുകാരെ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വലിയ സംഘർഷം ഇവിടെ ഉണ്ടായത്. ഒരാൾക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം നമ്മൾ അറിയാൻ സാധിച്ചത്. പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മീഡിയ ത്രൂ ആണ് നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ വന്ന് എന്താണ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ നെടുമ്പാല ചേരുന്നു. ഫൈസൽ, ഈ ട്യൂഷൻ സെന്റർ അധികൃതർ എന്താണ് വ്യക്തമാക്കുന്നത്? ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ ആരോഗ്യനിലയെ കുറിച്ച് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും മോശമായി തന്നെ, അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പറയാൻ കഴിയുന്നത്. ഈ ട്യൂഷൻ സെന്ററിൽ അധികൃതർ പറയുന്നത് ഈ സംഭവം നടന്നത് ഇന്നലെയാണ്. ഇന്നലെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ ട്യൂഷൻ സെന്ററിന് അവധിയായിരുന്നു. ഔദ്യോഗികമായി ഇന്നലെ ക്ലാസ്സുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ട്യൂഷൻ സെന്ററിൽ വെച്ച കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയ ഫെയർവെൽ പരിപാടിക്കിടെയാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിന് ഇടയാക്കാനുള്ള ഒരു കാരണമുണ്ടായത്. ഈ സംഘർഷം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ ഞായറാഴ്ച എലൈറ്റിൽ വെട്ടോളിയിലെ എംജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു കപ്പിൾ ഡാൻസ് അവതരിപ്പിക്കുകയുണ്ടായി. ഈ കപ്പിൾ ഡാൻസ് അവതരിപ്പിക്കുന്നതിനിടയിൽ ഇവരുടെ മൊബൈൽ തകരാറിലായി പാട്ട് നിൽക്കുകയും ഈ പരിപാടി നിന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇത് കൂക്കി വിളിക്കുകയുണ്ടായി. ഇത് ചോദ്യം ചെയ്താണ് ഈ സംഘർഷത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഈ ഒരു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും നേരിയ തോതിൽ സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് അപ്പോൾ തന്നെ അധ്യാപകർ ഇടപെട്ടുകൊണ്ട് പരിപാടി നിർത്തിവെക്കുകയും വിദ്യാർത്ഥികളെ സ്ഥലത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. പിന്നീട് ഈ എംജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സെപ്പറേറ്റ് ആയിക്കൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി അതിൽ നിന്ന് വിദ്യാർത്ഥികൾ സംഘടിച്ചുകൊണ്ടാണ് ഇന്നലെ താമരശ്ശേരിയിലെത്തിയത്. താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ വിദ്യാർത്ഥികളാണിത്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ ഗുരുതരാവസ്ഥയിലുള്ള വിദ്യാർത്ഥി ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ സംഘടിച്ചെത്തിയ വിദ്യാർത്ഥികൾ ഈ പറയുന്ന ഷഹബാസിനെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഈ ട്യൂഷൻ സെന്ററിന് സമീപത്ത് വെച്ചാണ് ഇന്ന് ഇത്തരത്തിലൊരു വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഏറ്റുമുട്ടലിൽ ഷഹബാസിന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. ഈ ഷഹബാസിനെ വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. തുടർന്ന് ഈ കുട്ടിയുടെ അവശത കണ്ടുകൊണ്ട് വീട്ടുകാർ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് അവിടെ പരിക്ക് ഗുരുതരമാണെന്ന് അറിഞ്ഞതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമാണ് ഉണ്ടായത്. എന്തായാലും കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് 5 വിദ്യാർത്ഥികളെയാണ് താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഇപ്പോൾ അല്പം മുമ്പ് താമരശ്ശേരി ഈ പറയുന്ന പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. ബാക്കി പോലീസിന്റെ അന്വേഷണമൊക്കെ നടന്നു വരികയാണ്. ആതിര.